നാം നിരന്തരമായി കേട്ട് മനസ്സിലാക്കിയിട്ടുള്ള വേദപുസ്തകത്തിലെ വിശ്വപ്രസിദ്ധമായ ഒരു ഫ്രേസാണ് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്നുള്ളത്. യേശു കർത്താവ് തന്നോട് സംവദിക്കാനായിട്ട് വന്ന യഹൂദന്മാരോട് പറയുന്നതാണ് ഈ പ്രസ്താവന. ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ. ചില യഹൂദന്മാർ യേശുക്രിസ്തുവിനെ കാണാൻ വന്നു. നമ്മൾ വേദപുസ്തകത്തിൽ വായിച്ച് മനസ്സിലാക്കുന്നത് യഹൂദന്മാർ പലരും ക്രിസ്തുവിനോട് വിരോധമുള്ളവരായിരുന്നു. പ്രത്യേകിച്ചും യോഹന്നാൻ സുവിശേഷത്തിൽ യഹൂദന്മാർ യേശുക്രിസ്തുവിനെ കൊല്ലാൻ വേണ്ടി നോക്കിയെന്നൊക്കെ നമ്മൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൽ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ക്രിസ്തുവുമായി സംവദിക്കാൻ വന്ന ചില യഹൂദന്മാരോട് കർത്താവ് പറഞ്ഞു, എൻ്റെ വചനത്തിൽ നിങ്ങൾ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരാകും. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഒരു താത്വിക ലോകത്തിൽ വിശകലനങ്ങൾ ഒടുങ്ങാത്ത, വിശദീകരണങ്ങൾ നിലയ്ക്കാത്ത ഒരു പ്രയുക്തിയാണ് സത്യം. ഒരു വാക്കാണ് സത്യം. എന്താണ് സത്യം എന്ന് നമുക്ക് ഇതാണ് എന്ന് പറയാൻ തക്കവണ്ണം ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ ഇല്ല. എന്നാൽ വേദപുസ്തകത്തിന്, പ്രത്യേകിച്ചും യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ എന്താണ് സത്യം എന്ന് വിശദമായി പറയുന്നുണ്ട്. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ പറയുന്ന സത്യം സാക്ഷാൽ ക്രിസ്തു തന്നെയാണ്. കാര്യം, കൃപയും സത്യവും നിറഞ്ഞവനായി ഈ ലോകത്തിൽ വന്നു. ആ യേശു പറഞ്ഞു, ഞാൻ തന്നെയാണ് സത്യം, ഞാൻ തന്നെയാണ് സത്യം, ഐ ആം ദി ട്രൂത്ത്, ഞാൻ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞാൽ, ഈ വിശ്വത്തിൽ പാപത്തിൻ്റെ മോചനത്തിന് സ്വർഗം ഒരുക്കിയ ഏക പദ്ധതി ക്രിസ്തു ആയിരിക്കെ, ക്രിസ്തു എന്ന സനാതന സത്യം വിട്ടൊഴിഞ്ഞ് നമുക്കൊന്നുമില്ല. ക്രിസ്തു എന്ന ആത്യന്തിക സത്യത്തെ അറിയുകയാണ് ഈ ജന്മത്തിൻ്റെ പുണ്യം. ആ സത്യത്തെ നിങ്ങൾ യഥാർത്ഥമായി അറിഞ്ഞാൽ ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. വീണ്ടും ഈ വാക്യത്തിൽ തന്നെ കുഴപ്പം പിടിച്ച മറ്റൊരു പദമാണ് സ്വാതന്ത്ര്യം. ഈ ആധുനിക കാലത്തെയോ അല്ലെങ്കിൽ ഉത്തരാധുനിക കാലത്തെയോ, വീണ്ടും കുറച്ചുകൂടെ പറഞ്ഞൊരു പോസ്റ്റ് ട്രൂത്ത് ഇയറ എന്നൊക്കെ വിശദീകരിക്കുന്ന ഈ കാലഘട്ടത്തെ സ്വാതന്ത്ര്യത്തിൽ സ്വാതന്ത്ര്യമെന്നാണ് പറയുക. സ്വാതന്ത്ര്യത്തിൽ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ, മൈ ലൈഫ് മൈ റൂൾസ്, എൻ്റെ ജീവിതം എൻ്റെ നിയമങ്ങൾ. ചില ടീഷർട്ടിലൊക്കെ എഴുതിയിരിക്കുന്നത് കണ്ടിട്ടുണ്ട്, മൈ ലൈഫ് മൈ റൂൾസ്, എൻ്റെ ജീവിതം എൻ്റെ നിയമങ്ങൾ. നിങ്ങൾ ചോദിക്കാൻ ആരാ? എൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുക, എൻ്റെ സമ്പാദ്യം, എൻ്റെ അധ്വാനം, എൻ്റെ പൈസ, എൻ്റെ കാശ്, എൻ്റെ ലൈഫ്. നിങ്ങളാരാണ് ചോദിക്കാൻ? എനിക്കിഷ്ടമുള്ളതെല്ലാം ജീവിക്കും. മൈ ലൈഫ് മൈ റൂൾസ് എന്ന് പറയുന്നതാണോ വേദപുസ്തകത്തിലെ സ്വാതന്ത്ര്യം? എന്താണ് ബൈബിൾ ഉദ്ദേശിക്കുന്ന സ്വാതന്ത്ര്യം? ഫ്രീഡം വിത്ത് റെസ്പോൺസിബിലിറ്റി എന്ന ഫ്രേസൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. യഥാർത്ഥത്തിൽ ബൈബിൾ ഉദ്ദേശിക്കുന്ന സ്വാതന്ത്ര്യം പാപത്തിന് അധീനമാകാതെ സ്വർഗീയമായ ദൈവവുമായൊരു ബന്ധത്തിൽ ജീവിക്കുക. അതാണ് ബൈബിളിലെ സ്വാതന്ത്ര്യം. നമ്മൾ ഫ്രീ ആണ്, വളരെ ഫ്രീ ആണ്. കാര്യം, ആശങ്കകളില്ല, ആകാംക്ഷകളില്ല. ഈ ജീവിതത്തിൽ മേലിൽ നിന്നൊരു നിയന്ത്രണം നമുക്കുണ്ട്. കർത്താവ് നമ്മെ നടത്തുന്നു. ഈ നടത്തം നന്മയിലേക്ക് മാത്രമാകും. നമ്മുടെ ജീവിതം ബ്ലെസ്സഡ് ആകും. ബിക്കോസ് ഗാഡ് ഈസ് വിത്ത് മീ. കർത്താവ് എന്നോട് കൂടെയുണ്ട്. ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു നടപ്പിനെയാണ് ബൈബിളിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അനന്തരഫലങ്ങൾ എന്താണെന്നൊക്കെ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. ഇതാണ് ബൈബിളിലെ സ്വാതന്ത്ര്യം. സനാതന സത്യമാകുന്ന ദൈവത്തെ അറിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്വാതന്ത്ര്യത്തിൽ നടക്കാൻ കഴിയും. നിങ്ങൾ ഫ്രീ ആണ്. നിങ്ങൾ ഫ്രീ. ടെൻഷൻസ് ഇല്ല. ഈ ലോകത്തിലെ തിന്മകൾ നിങ്ങളെ കീഴ്പ്പെടുത്തുന്നില്ല. നാളെക്കുറിച്ച് നിങ്ങൾക്ക് ആശങ്കകളില്ല. ഭാവി ഒരു ഭയമല്ല. ഫ്രീ ആണ്. കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അങ്ങനെ സ്വാതന്ത്ര്യത്തിൽ നടക്കാൻ നമുക്ക് കഴിയും. അതാണ് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്ന ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഈ പ്രയോഗത്തിൻ്റെ അർത്ഥം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് സത്യത്തിൻ്റെ ഒരു 3 തലങ്ങൾ
നമ്മുടെ ധ്യാനത്തിനായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ താല്പര്യപ്പെടുന്നു. നമ്പർ 1, സത്യം അക്കോർഡിംഗ് ടു ദ ബൈബിൾ സത്തയാണ്, എസൻസ് സത്തയാണ്. ഇവിടെ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ നോളജ് ഓഫ് ഗാഡ് that is realized in its fullness in the coming of Jesus Christ. യേശുക്രിസ്തുവിൽ വെളിപ്പെട്ട ദൈവത്തിൻ്റെ പരിപൂർണമായൊരു പരിജ്ഞാനത്തിൻ്റെ പേരാണ് സത്യം. സാക്ഷാൽ സത്യം ദൈവമാണ്. ആ ദൈവത്തെ എങ്ങനെ അറിയാം? ബൈബിളിൽ ഈസിയായിട്ടൊരു ഉത്തരവുണ്ട്. യേശുവിനെ നോക്കുക. സിമ്പിൾ. യേശുവിനെ അറിയുക, യേശുവിനെ കാണുക. കാര്യം മനുഷ്യരൂപം പ്രാപിച്ച ദൈവം തന്നെയാണല്ലോ അവിടുന്ന്. അതുകൊണ്ട് യേശുവിനെ കാണുക, യേശുവിനെ അറിയുക. അതുതന്നെയാണ് ദൈവത്തെ അറിയാനുള്ള പരമമായ ഒരു മാർഗം. അതുകൊണ്ട് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ സംതിങ് എറ്റേണൽ, അത് നിത്യമായ ഒന്നാണ്, അൺചേഞ്ചിങ്, മായ്ക്കപ്പെടാൻ കഴിയാത്ത, മാറാത്ത ഒന്നാണ്, ഉണ്മയാണ്. അതുകൊണ്ട് സത്യം എപ്പോഴും ദൈവവുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൽ യഹൂദന്മാരുമായുള്ള സംവാദത്തിലാണ് ക്രിസ്തു ഈ ഫിലോസഫി എല്ലാം പറയുന്നത്. അവിടെ എന്താ പ്രശ്നം? അവിടെ യഹൂദന്മാർ വന്ന് ക്രിസ്തുവുമായിട്ട് തർക്കത്തിൽ ഇങ്ങനെയാണ്, കർത്താവ് ഇങ്ങനെ പറഞ്ഞു, സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളാർക്കും അടിമകളല്ലല്ലോ. ഉടനെ പറഞ്ഞു, ഞങ്ങൾ ആർക്കും അടിമകളല്ലല്ലോ, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയാണ്, ഞങ്ങൾ ആർക്കും ദാസന്മാരായി ഇരുന്നിട്ടില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ പാരമ്പര്യത്തിലും നിങ്ങളുടെ പൈതൃകത്തിലും അബ്രഹാമിൻ്റെ സന്തതിയാണ്, സത്യം സമ്മതിച്ചു. പക്ഷേ നിങ്ങൾ പാപത്തിന് അധീനരാണല്ലോ, അതുതന്നെയാണ് നിങ്ങളുടെ അടിമത്തം. നിങ്ങൾ പാപത്തിന് അധീനരാണ്. പ്രിയമുള്ളവരെ, ഈ അബ്രഹാമിൻ്റെ മക്കൾ എന്ന് പറയുന്നത് യഹൂദന്മാരെ സംബന്ധിച്ച് അവർ മെയിൻറ്റെയിൻ ചെയ്തു വന്നൊരു സ്റ്റാറ്റസാണ്. ഈ ഒരു സ്റ്റാറ്റസ് കോൺഷ്യസ് അവരെ നിത്യം ഭരിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ അബ്രഹാമിൻ്റെ മക്കളാണ്, അത് ഞങ്ങളുടെ പാരമ്പര്യമാണത്, അത് ഞങ്ങളുടെ പൈതൃകമാണ്, അതവർ മെയിൻറ്റെയിൻ ചെയ്തു വന്ന സ്റ്റാറ്റസാണ്. പക്ഷേ ഈ സ്റ്റാറ്റസിനൊരു പ്രശ്നമുണ്ട്. നമുക്കൊരു സ്റ്റാറ്റസ് ഒരു തലത്തിലുണ്ട് എങ്കിൽ അത് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉള്ളതാണ്, ഒരുപാട് ഉത്തരവാദിത്വം ഉള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ എന്നെ തന്നെ പറയാം. അരുണച്ചൻ എന്നൊരാൾ പുരോഹിതൻ എന്നൊരു സ്റ്റാറ്റസ് ഉള്ള ഒരാളാണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത്തിരി പാടാണ്, അല്ലേ? എത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിൻ്റെ പിന്നിൽ ഭാരിച്ചൊരു ഉത്തരവാദിത്വമുണ്ട്, ഭാരിച്ചൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നാം നിലനിർത്തുന്ന ഏതൊരു സ്റ്റാറ്റസിൻ്റെ പിന്നിലും ഒരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മുടെ വ്യക്തി ജീവിതം എങ്ങനെയായിരിക്കണം, നമ്മുടെ സാമൂഹിക ജീവിതം എങ്ങനെയായിരിക്കണം, ഇത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമാണ്. ഈ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി മനസ്സിലാക്കാതെ സോ കോൾഡ് പൈതൃകത്തെ, കുടുംബ പാരമ്പര്യത്തെ, നിങ്ങൾക്ക് ഈ ലോകത്തിലുള്ള സ്റ്റാറ്റസിനെ മാത്രം മുൻനിർത്തി ജീവിച്ചാൽ അതെത്ര വ്യർത്ഥം. ഇതാണ് ക്രിസ്തു പറഞ്ഞത്, അതെത്ര വ്യർത്ഥമാണ്. അതുകൊണ്ട് അബ്രഹാമിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ കുഞ്ഞാടുകളാണ്, അതുകൊണ്ട് ബാക്കിയെല്ലാം ദൈവം നോക്കിക്കൊള്ളും, ഞങ്ങൾക്ക് തോന്നിയതുപോലെ ഈ ലോകത്തിൽ ജീവിക്കാം, നീ ആരാണ് ചോദിക്കാൻ എന്ന മട്ടിലുള്ള നിങ്ങളുടെ പ്രതികരണവും വിചാരവും ജീവിതക്രമവും നല്ലതിലേക്കല്ല എന്ന് കർത്താവ് തന്നോട് സംവദിച്ച ആ യഹൂദന്മാരോട് കർത്താവ് ഇങ്ങനെ പറഞ്ഞു. പ്രിയമുള്ളവർ, അതുകൊണ്ട് നമ്മുടെ ആവരണങ്ങൾക്കല്ല ഉള്ളടക്കത്തിനാണ് പ്രാധാന്യം. ആവരണങ്ങൾക്കല്ല ഉള്ളടക്കത്തിനാണ് പ്രാധാന്യം. നമ്മുടെ ജീവിതം റൂട്ടഡ് ഇൻ ഗോഡ്, ദൈവവുമായി ഒരു വേരുള്ള ജീവിതമാണോ, അതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം. ദൈവവചനം സത്യമാണ്. യോഹന്നാൻ 17:17 കർത്താവ് പറഞ്ഞു, നിന്റെ വചനം സത്യം, നിന്റെ വചനം സത്യം. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ ആ വചനം ഉൾക്കൊണ്ടുകൊണ്ട് അതിനൊത്തവണ്ണം ജീവിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾ ഈ പറയുന്ന പാരമ്പര്യവും കുടുംബവും എല്ലാം വ്യർത്ഥമാണ്, ഒരർത്ഥവുമില്ല. അങ്ങനൊരു സ്റ്റാറ്റസ് ഈ ലോകത്ത് ജീവിക്കാൻ, ഇത്രയും ആത്മാഭിമാനത്തോടെ ലോകത്തിൽ ജീവിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ അത് ജീവിതം കൊണ്ട് നിലനിർത്തുക. ഇതാണ് കർത്താവ് ഇവിടെ ശക്തമായി പറയുന്ന ഒരു കാര്യം. എല്ലാവർക്കും ഈ ഭാഗ്യമില്ലല്ലോ. ഈ കുടുംബത്തിൻ്റെ ഭാഗമാകാനും, ഈ പള്ളിയുടെ ഭാഗമാകാനും, ഈ മതത്തിൻ്റെ ഭാഗമാകാനും, ഈ ഓഫീസിൽ ജോലി ചെയ്യാനും, ഇത്രയും സമ്പന്നതയോടും ആർദ്രമായും ജീവിക്കാനുമൊക്കെയുള്ള ഭാഗ്യം ഈ ലോകത്ത് എല്ലാവർക്കും ഇല്ലല്ലോ. നിങ്ങൾക്ക് കിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക.
വിത്ത് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വത്തോടുകൂടെ മെയിൻറ്റെയിൻ ചെയ്യുക. അതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ഉള്ളടക്കത്തിനാണ് പ്രാധാന്യം, ആവരണങ്ങളിൽക്കല്ല. ഒരിടത്ത് ഒരു 4 സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഈ 4 ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സിൻ്റെ ഒരാളുടെ ഭാര്യ, ഈ 4 പേരിൽ ഒരാളുടെ ഭാര്യ ഏറ്റവും നല്ല രീതിയിൽ ചായ ഉണ്ടാക്കുന്ന ഒരു സ്ത്രീയാണ്. ചായ, ആ സ്ത്രീ ഉണ്ടാക്കുന്ന ചായ കുടിക്കാൻ തന്നെ എന്തൊരു രുചിയാണ്. അതുകൊണ്ട് ഈ ബാക്കി 3 പേരും കൂടെ ചേർന്നൊരു ദിവസം തീരുമാനിച്ചു, നമുക്കൊരു ദിവസം ഈ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി അവൻ്റെ ഭാര്യ ഇടുന്ന ചായ നന്നായിട്ടൊന്ന് ആസ്വദിച്ച് കുടിക്കണം, ഒരു ഈവനിങ് അവിടെ കൂടണം. അങ്ങനെ ഈ 3 പേരും കൂടെ ചേർന്ന് 4-മനായ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി. ഈ വരവറിഞ്ഞപ്പോൾ തന്നെ അവർ ഉപചാരപൂർവ്വം സ്വീകരിച്ചു. ഈ ഭാര്യ സശ്രദ്ധം, ഏറെ മികവോടെ നല്ല രീതിയിലൊരു ചായ ഉണ്ടാക്കി. പിന്നെ ചായയ്ക്ക് വേണ്ടിയാണല്ലോ വന്നത്, അതുകൊണ്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ, നല്ല മനോഹരമായ കപ്പുകളിൽ അതിനെ പകർന്ന് നല്ലൊരു ട്രേ ഉണ്ടാക്കി, നല്ലൊരു ട്രേ കണ്ടെത്തി അതിനെ അലങ്കരിച്ച് മനോഹരമായ കപ്പുകളിൽ ഈ ചായ പകർന്ന് ഈ സുഹൃത്തുക്കൾക്ക് കുടിച്ചു. അപ്പോൾ അവർ ഈ ചായ കൊണ്ടുവരുന്ന വരവ് തന്നെ ഭയങ്കര ചന്തമാണ് കാണാൻ. ആ രീതിയിലാണ് ഉപചാരപൂർവ്വം ഈ സുഹൃത്തുക്കളെ സ്വീകരിച്ചത്. എന്തായാലും ഈ കപ്പിലെ ചായ അവർ പകർന്ന് കുടിക്കുന്നതിനിടയിൽ ആ കപ്പിൻ്റെ മനോഹാരിതയും കൊണ്ടുവന്ന രീതിയും ആ ട്രേയുടെ അഴകുമൊക്കെ കണ്ടിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഓക്കെ, ആ കപ്പിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. സംസാരിച്ച് എല്ലാവരും ഇങ്ങനെ സന്തോഷിച്ച് അവസാനം ഈ ചായയെക്കുറിച്ചൊരു അഭിപ്രായവും പറയാതെ ഇറങ്ങി അങ്ങ് പോയി. ഓക്കെ, സംഗതി എന്ന് പറഞ്ഞാൽ ആ കണ്ടെയ്നറിലായിരുന്നു അവരുടെ ശ്രദ്ധ. ഓക്കെ, കണ്ടൻറ്റിൽ അല്ല. പ്രിയമുള്ളവരെ, ഈ മതജീവിതത്തിലും ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മളെല്ലാവരും ഒരു കണ്ടെയ്നറിൽ ശ്രദ്ധ പതിപ്പിക്കുന്നവരാണ്. മതപരമായ ആഘോഷങ്ങൾ, നമ്മുടെ ആത്മീകമായ ആചാരങ്ങൾ, നമ്മുടെ അനുഷ്ഠാനങ്ങൾ, എല്ലാറ്റിലും ഇത് ഒളിഞ്ഞിരിപ്പുണ്ട്. ക്രിസ്മസ് വരുന്നു, ഈസ്റ്റർ വരുന്നു, അല്ലേ, ആഘോഷങ്ങൾ വരുന്നു, സഭാദിനം വരുന്നു. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മുടെ ദൈവാലയത്തോടുള്ള ബന്ധത്തിൽ തന്നെ നടക്കുമ്പോഴും നമ്മൾ ഈ കണ്ടെയ്നറിൽ കണ്ണുടക്കി നിൽക്കുന്നവരാണോ അതിൻ്റെ കണ്ടൻറ്റിൽ ഇറങ്ങുന്നുണ്ട്? എസൻസ്, അതാണ് സത്യം. ഈ സത്യം നിങ്ങൾ അറിഞ്ഞാൽ ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. എൻ്റെ കുട്ടിക്കാലത്ത് നമുക്കറിയാമല്ലോ, നമുക്ക് ഒരു 10-20 വർഷങ്ങൾക്കൊക്കെ മുമ്പ് നമ്മുടെ നാടിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഭയങ്കര രസകരമായി, ഇന്ന് നമുക്ക് കോമഡിയായിട്ട് തോന്നുന്ന പല ആചാരങ്ങളും അന്നുണ്ടായിരുന്നു. അതിലേറ്റവും കോമഡിയായിട്ട് എനിക്ക് ഇന്ന് തോന്നുന്നൊരു കാര്യമാണ്, കല്യാണം കഴിഞ്ഞ് കല്യാണ പെണ്ണും ചെറുക്കനും കൂടെ പള്ളിക്ക് പുറത്തിറങ്ങിയാൽ ആ പെൺകുട്ടിയുടെ ചുറ്റും ഒരു 10-20 പെൺപിള്ളേർ അങ്ങോട്ട് കൂടും, അല്ലേ, സ്ത്രീകൾ ഒരുമിച്ച് കൂടും. എന്നിട്ട് ഇവരെന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? ആ താലി ഒന്ന് പിടിച്ച് നോക്കുന്നു, ആഭരണങ്ങളെക്കുറിച്ച് 10 കമൻ്റ് അടിക്കുന്നു, അല്ലേ, 10 കമൻ്റ് അടിക്കുന്നു. ഇങ്ങനെ ഒരു കോലാഹലം. ദൗർഭാഗ്യമാണ്, ഭയങ്കര ദൗർഭാഗ്യമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ വളരെ സന്തോഷം തോന്നിയൊരു കാര്യം എന്ന് പറയും, ഇപ്പോൾ അതൊന്നും നമ്മുടെ പിള്ളേർ ചെയ്യത്തില്ല. ഓക്കെ, ഇന്നത്തെ കാലത്ത് അതൊന്നും ശ്രദ്ധിക്കാറില്ല. ആഭരണം ഇടാനേ പിള്ളേർക്ക് താല്പര്യമില്ല. പിന്നെ നമ്മൾ അങ്ങോട്ട് ശ്രദ്ധിക്കാറുമില്ല, അങ്ങോട്ട് നമ്മൾ നോക്കാറേയില്ല, അല്ലേ, ആ ഒരു മേഖലയിലേക്ക് നോക്കാറില്ല, അങ്ങനെ ഒരു കമൻറ്റുകൾ പറയാറില്ല. പ്രിയമുള്ളവരെ, ഈ വിവാഹം, ബന്ധം, കിട്ടിയ ആ ഒരു ബന്ധം ശ്രേഷ്ഠമാണോ? ഇതൊന്നുമല്ല ചർച്ചാ വിഷയം, അല്ലേ, ഇതൊന്നുമല്ല ചർച്ചാ വിഷയം. അത് കൊടുത്ത ആഭരണത്തിൻ്റെ തോതും അവിടെയുള്ള ഭക്ഷണത്തിൻ്റെ ക്രമീകരണവും, ഇങ്ങനെ നമ്മൾ ഈ ആവരണങ്ങളിൽ കണ്ണുടക്കി നിൽക്കുന്നു. ഓക്കെ, സത്യം, എസൻസ്, അതിൻ്റെ ഉള്ളടക്കത്തെ അറിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. ദൈവജനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ എങ്ങനെയാണ്? ഇസ്രായേൽ ഈസ് എ പീപ്പിൾ ഡിഫൈൻഡ് ബൈ ഒബീഡിയൻസ്. ഇസ്രായേൽ ഈസ് എ പീപ്പിൾ ഡിഫൈൻഡ് ബൈ ഒബീഡിയൻസ്. ദൈവത്തോടുള്ള അനുസരണത്തിൽ ജീവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് ഇസ്രായേൽ. പക്ഷേ അതൊക്കെ മറന്ന് അവർ അബ്രഹാമിൻ്റെ സന്തതിയാണെന്ന കേവല പൈതൃകത്തിൻ്റെ കഥ മാത്രം പറയുന്നു. കർത്താവ് പറയുന്നു, ഇത് പോരാ, നിങ്ങൾ സത്യമറിയണം. വസന്തത്തിൻ്റെ ശബളതയും ഫലത്തിൻ്റെ മാധുര്യവും പ്രശംസയുമില്ലാതെ വേര് അതിൻ്റെ ജോലി നിർബാധം ചെയ്യുന്നു. അതാണ് റൂട്ടഡ് ഇൻ ഗാഡ് എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ സത്ത, ആത്മീയമായി ഈ സത്ത ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. നമ്പർ 2, ക്രിസ്തു പറയുന്ന സത്യം എന്താണ്? സത്യം യേശുവിനെ സംബന്ധിച്ച് സഹനമാണ്.
ഈ ചോദ്യം യോഹന്നാൻ എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ വിസ്താരണ വേളയിൽ പീലാത്തോസ് ചോദിക്കുന്നുണ്ട്. പീലാത്തോസ് ഫിലോസഫറൊന്നുമല്ല, ഒരു മണ്ടനാണ്. പക്ഷേ എങ്കിലും അറിഞ്ഞോ അറിയാതെ പീലാത്തോസ് ചോദിച്ചു, എന്താണ് സത്യം? യേശുവിനോട് ചോദിച്ചു. യോഹന്നാൻ 18:38 എന്താണ്, വാട്ട് ഈസ് ട്രൂത്ത്? പീലാത്തോസ് ചോദിച്ച ഒരു ചോദ്യമാണ്. പക്ഷേ യേശു ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. കർത്താവ് അങ്ങ് നിന്ന് കൊടുത്തു. അപ്പോൾ ചോദ്യം ഇതാണ്, എന്താണ് സത്യം? അങ്ങനെയാണെങ്കിൽ എന്താണ് സത്യം? എതിർക്കാൻ ആൾബലമുണ്ടായിട്ടും ഓടി ഒളിക്കാൻ അഭയകേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നിട്ടും തനിക്കെതിരെ ഉയർത്തിയ കുറ്റാരോപണങ്ങൾക്ക് ശക്തമായി മറുപടി പറയാൻ അറിയാഞ്ഞിട്ടും നിന്നുകൊടുത്തു. കാര്യം സഹനമാണോ സത്യം? സഹനമാണ് സത്യം. ഈ വിശ്വപ്രസിദ്ധനായ ഒരു ഇസ്രായേലി ചരിത്രകാരനാണ് യുവൽ നോഹ ഹരാരി. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. സാപ്പിയൻസ് 21 ലെസൺസ് ഫോർ 21st സെഞ്ച്വറി എന്നൊക്കെ പറഞ്ഞ് വിശ്വപ്രസിദ്ധമായ ബ്യൂട്ടിഫുൾ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള, വായിക്കാതെ പോകരുത് വായനാശീലമുള്ളവർ. അങ്ങനെയുള്ള ഒരാളാണ് യുവൽ നോഹ ഹരാരി എന്ന് പറയുന്ന ഇസ്രായേലി ചരിത്രകാരൻ. വേൾഡ് എക്കണോമിക് ഫോറം നടക്കുന്ന വേളയിൽ ഒരു അവതാരകൻ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുകയാണ്. ആ സമയത്ത് ഈ ചരിത്രകാരനോട് ഒരു ചോദ്യം ചോദിച്ചു, താങ്കളുടെ അഭിപ്രായത്തിൽ എന്താണ് സത്യം? യുവൽ നോവ ഹരാരി പറഞ്ഞ സെൻസ് ഇങ്ങനെയാണ്: സഹനമാണ് പരമസത്യം. ഒരു വസ്തു സത്യമാണോ അല്ലയോ എന്നറിയാൻ അതിന് വേദനിക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ മതി. ആ സത്യത്തെയാണ് ലോകം പിന്തുടരേണ്ടതും വില കൽപ്പിക്കേണ്ടതും. സഹനമാണ് പരമസത്യം. ഒരു സംഗതി സത്യമാണോ അല്ലയോ എന്നറിയാൻ അതിന് വേദനിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ചാൽ മതി. പ്രിയമുള്ളവരെ, നമ്മൾ ഏതു തീരുമാനമെടുത്താലും പച്ചയായ മനുഷ്യൻ്റെ ആകുലതകളും ആകാംക്ഷകളും നമ്മൾ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹനമാണ് സത്യം. സഹനങ്ങളിലൂടെ കടന്നാണ് ക്രിസ്തു സത്യദൈവമായത്. അതുകൊണ്ടാണ് എഡ്വേർഡ് ഫിലിറ്റോ എന്ന് പറയുന്നൊരു ആംഗല കവി മുറിവേക്കുന്ന ഒരു ഈശ്വരനെ ഞാൻ കണ്ടിട്ടുള്ളൂ, അത് ക്രിസ്തുവാണെന്ന് പറഞ്ഞത്. മുറിവേറ്റ ഒരു ദൈവത്തെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഓക്കെ, ഒടുവിൽ ദ വൂണ്ടഡ് ക്രൈസ്റ്റ് ഈസ് ദ റിയൽ ക്രൈസ്റ്റ്. മുറിവേൽക്കുന്ന ഈശ്വരൻ, മുറിവേറ്റവൻ, അങ്ങനെ ഒരു ദൈവത്തെ കണ്ടിട്ടുള്ളത് ക്രിസ്തുവാണ്. സഹനങ്ങളിലൂടെ കടന്നാണ് ക്രിസ്തു സത്യദൈവമായി മാറിയത്. സഹനങ്ങളില്ലാതെ, വേദനയില്ല എങ്കിൽ അത് സത്യമല്ല. ബൈബിളിലൊരു കുട്ടിക്കഥ. ശലോമോൻ്റെ കാലഘട്ടത്ത് രണ്ടമ്മമാർ തർക്കത്തിലാണ്. ഒരു കുഞ്ഞിന് വേണ്ടിയാണ് തർക്കം. മഹാജ്ഞാനിയായ ശലോമോൻ്റെ അടുത്ത് കൊണ്ടുവരുന്നു. ഒരു രക്ഷയില്ല, ഇവർ രണ്ടുപേരും ഈ ഒരു കുഞ്ഞിന് വേണ്ടി വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഈ കുഞ്ഞിനെ വെട്ടിപ്പിളർക്കാം. അങ്ങനെ വെട്ടിപ്പിളർക്കാൻ വേണ്ടി പടയാളിയോട് ആജ്ഞാപിച്ചിട്ട് പടയാളി വാളുമായിട്ട് വന്നപ്പോൾ ഒരു വിളി, അയ്യോ വേണ്ടേ. ആരാ വിളിച്ചത്? യഥാർത്ഥ അമ്മ. സത്യമെന്തെന്ന് തിരിച്ചറിയാൻ ഇതിൽ പരം മറ്റൊരു മാർഗം ശലോമോന് വേണ്ടി വന്നില്ല. പ്രിയമുള്ളവരെ, കുഞ്ഞിനെ പ്രതി വേദനിക്കാൻ യഥാർത്ഥ അമ്മയ്ക്കേ പറ്റൂ. അതാണ് സത്യം. കുഞ്ഞിനെ പ്രതി വേദനിക്കാൻ ആ യഥാർത്ഥ അമ്മയ്ക്കേ പറ്റൂ. അതിലൂടെ എന്താണ് സത്യമെന്ന് ശലോമോൻ മനസ്സിലാക്കി. വേദനയുണ്ടോ, അതാണ് സത്യം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഡയബറ്റിക്കൊക്കെ ബാധിച്ചിട്ട് ഈ നീരോട്ടമില്ലാതെ, രക്തോട്ടമില്ലാതെ, വേദനയില്ലാത്തൊരവസ്ഥ വരുന്നൊരു സാഹചര്യം ഉണ്ടല്ലോ, അത് നിർജീവമാണ് അല്ലേ. വേദനിക്കുന്ന, അപ്പോൾ ഡോക്ടർ ചോദിക്കും വേദനയുണ്ടോ, എനിക്ക് കുഴപ്പമില്ല. വേദന ഉണ്ടെങ്കിൽ പ്രശ്നമില്ല, വേദന ഇല്ലെങ്കിലാണ് പ്രശ്നം. വേദനയാണ് നിങ്ങളുടെ ജീവൻ്റെ അടയാളം എന്നുള്ളത്. അതുകൊണ്ട് ഈ ലോകത്ത് സഹനങ്ങളുണ്ട്. ഇനി വേദനയില്ലാത്ത സുവിശേഷം ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ, അത് സത്യസുവിശേഷമല്ല. ഈ അടുത്ത കാലത്ത് നമ്മുടെ ഓൺലൈനിലൊക്കെ വളരെ പ്രചാരം നേടിയൊരു സുവിശേഷ പ്രസംഗകൻ്റെ ക്ലിപ്പ് നിങ്ങളുടെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ടാകണം ഇല്ലേ? യേശു എൻ്റെ റൂമിൽ വന്ന് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് പ്രചാരം നേടുന്ന ഒരു വീഡിയോ ക്ലിപ്പൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഈ അടുത്ത കാലത്ത് വളരെ പ്രചാരം നേടിയ ഒന്നാണ്. അയാളാണ് 8 കോടി രൂപയുടെ പള്ളി പണിയാൻ പോകുന്നവൻ, പള്ളിപ്പണിക്ക് കാശ് കൊടുക്കാത്തവനെ ആത്മാവിൽ നിരോധിക്കുന്ന ഒരു ധാർഷ്ട്യം, ഒരു വൈകൃതം അല്ലേ?
പള്ളി 8 കോടിയുടെ പള്ളി പണിയാൻ പോകുന്നു, പള്ളി പണിയെന്ന് പൈസ കൊടുത്തില്ല എങ്കിൽ നിനക്ക് അനുഗ്രഹം കിട്ടില്ലടാ എന്ന് ശപിക്കുന്ന ഒരു തരം എന്താ പറയുക, ഒരു തരം ആത്മീകമായ ധാർഷ്ട്യം. പ്രിയമുള്ളവരെ, വേദനയില്ല നിങ്ങളുടെ ജീവിതത്തിൽ. ഈ കൂട്ടായ്മയിൽ വന്നാൽ, ഈ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ നിങ്ങൾക്ക് രോഗമില്ല, നിങ്ങൾക്ക് വേദനയില്ല എന്നാരെങ്കിലും പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ അത് സത്യസുവിശേഷമല്ല. എന്താണ് സത്യം? സഹനമാണ് സത്യം. വേദനിക്കുന്നുണ്ടോ? സത്യമുണ്ട്. ആ സത്യം നിങ്ങൾ തിരിച്ചറിയണം. അത് നിങ്ങളെ ഫ്രീ ആക്കും, നിങ്ങളെ സ്വതന്ത്രരാക്കും. ഇതാണ് കർത്താവ് ശക്തമായി പറയുന്നത്. നമ്പർ 3, ഏറ്റവും ഒടുവിലായി, സത്യം സ്വതന്ത്രമാക്കുന്ന, സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. ഇതാണ് കർത്താവ്. സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. തിരിച്ചു പറയാമോ ആ വാക്യത്തെ? നമ്മളെ സ്വതന്ത്രമാക്കുന്നത് എന്തോ അതാണ് സത്യം എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയും പറയാമല്ലേ? സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. തിരിച്ച് നിങ്ങളെ സ്വതന്ത്രമാക്കുന്നത് എന്തോ അതാണ് സത്യം. ഈ യഹൂദന്മാരെ സംബന്ധിച്ച് അവർക്ക് ഒന്നിനോടും ഓപ്പൺനെസ് ഇല്ലാത്തൊരു വർഗമാണ്. യേശുവിൻ്റെ കാലത്ത് പ്രത്യേകിച്ച് അവർ ഒന്നിനോടും തുറവിയുള്ള ഒരു സമീപനമുള്ള, ഒരു തുറന്ന സമീപനമുള്ള ഒരു വർഗമല്ല. അപ്പം ഞങ്ങൾ വലിയ കുടുംബക്കാരാണ്, ഞങ്ങൾ വലിയ അബ്രഹാമിൻ്റെ മക്കളാണ്, ഞങ്ങൾ വലിയ പള്ളിക്കാരാണ്, ഞങ്ങൾ പിന്നെ ശലോമോൻ്റെ കാലത്ത് പണിത ഒരു ഭയങ്കര സംഭവത്തിൻ്റെ പിന്തുടർച്ച അവകാശികളാണ്, അബ്രഹാം നമ്മുടെ പിതാവായിട്ടുണ്ട്, ദാവീദ് അതിന് ശേഷമുണ്ട്, ലോകത്തെ മൊത്തം ഭരിക്കാൻ ഞങ്ങൾക്ക് ത്രാണിയുണ്ട്. ഇങ്ങനെ സ്വയം പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുന്നൊരു വർഗമാണ്. അവർ പറഞ്ഞു ഞങ്ങൾക്ക് അബ്രഹാമിൻ്റെ മക്കളാണ്. ഇത് മുമ്പ് യോഹന്നാൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. യേശുവിന് മുമ്പ് യോഹന്നാൻ സ്നാപകനോട് ഒരു പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ സ്നാപകൻ്റെ ഭാഷ കുറച്ചുകൂടെ പരുക്കമാണ്. യോഹന്നാൻ പറഞ്ഞു, കല്ലിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കാൻ കർത്താവിന് കഴിയുന്നേ, പിന്നെ നിങ്ങൾ എന്താ അബ്രഹാമിൻ്റെ മക്കളെക്കുറിച്ചാണ് ഈ പറയുന്നത്? ഈ കല്ലിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കാൻ ദൈവത്തിന് കഴിയും. അബ്രഹാമിന് എന്നാ കുട്ടിയെ കിട്ടിയത്? നിങ്ങൾ എന്ത് മഹത്വത്തെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് കർത്താവ് പറയുന്നു. ഈ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു. ഇനി യേശു ആണെങ്കിലോ, യേശു കുറെ കൂടെ വിശാലമാക്കുകയാണ്. പ്രത്യേകിച്ചും മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 11-12 വാക്യങ്ങളൊക്കെ ഒരു ശതാധിപൻ ക്രിസ്തുവിനെ പ്രതിയുള്ള വിശ്വാസത്തിൽ വരുമ്പോൾ, ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കർത്താവ് പറയുകയാണ്, തെക്ക് നിന്നും വടക്കു നിന്നും കിഴക്കുന്നു അനേകർ വന്ന് അബ്രഹാമിനോടൊപ്പം ദൈവരാജ്യത്തിൽ പന്തിക്കിരിക്കുന്നൊരു ദർശനത്തെ എൻ്റെ മനക്കണ്ണുകൊണ്ട് ഞാൻ കാണുന്നു. കർത്താവ് പറഞ്ഞു, എൻ്റെ ഉൾക്കണ്ണാൽ കാണുന്നു. അതുകൊണ്ട് ഇതാരുടെയും കുത്തകയൊന്നുമല്ല, എല്ലാവർക്കും ഉള്ളതാണ്. തെക്ക് നിന്നും വടക്കു നിന്നും ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നൊക്കെ അനേകർ വന്ന് ഇവിടെ അബ്രഹാമിനോടൊപ്പം പന്തിക്കിരിക്കുന്നൊരു ദർശനത്തെ ഞാൻ മനക്കണ്ണാൽ കാണുന്നു. എന്തായിരുന്നു യെരൂശലേം പള്ളിയുടെ പ്രശ്നം? യെരൂശലേം പള്ളിയുടെ പ്രശ്നം എന്തായിരുന്നു? അവിടെ യേശുക്രിസ്തു പ്രാകാരത്തിൽ അവിടെ നാണയ വ്യാപാരം നടത്തിയിരുന്നവരെയും പ്രാക്കളെ വിറ്റിരുന്നവരെയും അടിച്ചു പുറത്താക്കി. എന്താണ് പ്രാകാരത്തിൻ്റെ പ്രശ്നം? പ്രാകാരത്തിൽ വിജാതീയർ വന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് ഇവർ വീണ്ടും കച്ചവടത്തിന് വേണ്ടി കൈയേറിയത്. അപ്പോൾ ഈ യഹൂദന്മാർക്ക് അകത്തിരുന്ന് പ്രാർത്ഥിക്കാൻ സ്ഥലമുണ്ട്, വിജാതീയർക്ക് സ്ഥലമില്ല. വിജാതീയർക്ക് സ്ഥലമൊരുക്കുകയായിരുന്നു ക്രിസ്തു അവിടെ, അതിനടിച്ച് പുറത്താക്കിയിട്ട് വിജാതീയർക്ക് സ്ഥലമൊരുക്കി. എന്നിട്ട് പറയും, എൻ്റെ ആലയം പ്രാർത്ഥനാലയം, അത് ഇൻക്ലൂസീവാണ്, എല്ലാവർക്കും ഉള്ളതാണ്. എൻ്റെ ആലയം പ്രാർത്ഥനാലയം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ക്രിസ്തു ഇവിടെ വിഭാവന ചെയ്യുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അത് എല്ലാ പ്രജുഡിസിനെയും, എല്ലാ മുൻവിധികളെയും, എല്ലാ അഖണ്ഡതയ്ക്ക് തുരങ്കം വയ്ക്കുന്ന എല്ലാ ചിത്രശക്തികളെയും മാറ്റി നിർത്തുന്ന ഒന്നാണ് ക്രിസ്തു വിഭാവന ചെയ്യുന്ന സ്വാതന്ത്ര്യം. അതാണ് ഇവിടെ നമുക്ക് കാണാനായി കഴിയുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത അതാണ്. സ്വാതന്ത്ര്യമാക്കുന്ന ഒന്നാണ് സത്യം എന്നുള്ളത്. അത് കാലമിതെല്ലാം തെളിയിക്കും. 1924 വക്കം സമരം നടക്കുകയാണ്. അപ്പോൾ ഗാന്ധിജി ഈ വക്കം ക്ഷേത്രത്തിൻ്റെ ഉടമ ഒരു നമ്പൂതിരി, ഈ വക്കം ക്ഷേത്രത്തിൻ്റെ ഉടമ ഒരു നമ്പൂതിരിയെ കണ്ട് സംസാരിക്കാൻ വേണ്ടിയുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷെ ഗാന്ധിജി വൈശ്യനായ ഗാന്ധിജി നമ്പൂതിരി പോയി കാണുന്നത് എങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞു. നമ്പൂതിരി ക്ഷേത്രത്തിൻ്റെ ഉടമ. ഒടുവിൽ ഗാന്ധിജി ഈ വക്കം ക്ഷേത്രത്തിൻ്റെ ഉടമയെ പോയി കാണാൻ വേണ്ടി തീരുമാനിച്ചു. ഓക്കെ, പക്ഷേ പ്രശ്നം വീണ്ടും, ഈ വൈശ്യനായ ഗാന്ധിജിയെ നമ്പൂതിരിയെ വീട്ടിൻ്റെ അകത്ത് കയറ്റണം എങ്ങനെ? അതും പറ്റില്ല. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്തു? അയാൾ വീട്ടിൻ്റെ മുറ്റത്തൊരു പന്തലൊരുക്കി. ഓക്കെ, വീട്ടിൻ്റെ മുറ്റത്ത് പന്തലൊരുക്കിയിട്ട് അവിടെ ഗാന്ധിജിയെ വിളിച്ചു വരുത്തി അവിടെ ഇരുത്തി സംസാരിച്ചു. അകത്ത് കയറ്റിയില്ല. വക്കം ക്ഷേത്രത്തിൻ്റെ ഉടമ വീട്ടിൻ്റെ അകത്ത് കയറ്റിയില്ല. വീട്ടിൻ്റെ ഫ്രണ്ടിൽ പന്തലൊരുക്കി അവിടെ ഇരുത്തി ഗാന്ധിജിയോട് സംസാരിച്ചിട്ട് കടന്നുപോയി. പ്രിയമുള്ളവരെ,
ഗാന്ധിജി അങ്ങ് ഇറങ്ങിപ്പോയി, സംസാരിച്ചിട്ട് ഇറങ്ങിപ്പോയി. പുറത്തിരുത്തി, ഗാന്ധിജിയെ പുറത്തിരുത്തി സംസാരിച്ച ആ വക്കം മന ഇന്ന് ചെത്തു തൊഴിലാളി യൂണിയൻ്റെ കേന്ദ്രമാണ്, യൂണിയൻ്റെ കമ്മിറ്റി ഓഫീസാണ്. ചെത്തു തൊഴിലാളി യൂണിയൻ്റെ കമ്മിറ്റി ഓഫീസ് വക്കം മന നമ്പൂതിരി. പ്രിയമുള്ളവരെ, ഈ ചരിത്രം പകരം ചോദിക്കാതിരിക്കില്ല. അതാണ് ചരിത്രം പകരം ചോദിക്കും. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും, സ്വതന്ത്രരാക്കും, സ്വതന്ത്രരാക്കും. വോൾട്ടയർ പണ്ട് പറഞ്ഞു, 100 വർഷം കഴിയുമ്പം ഇത് പൊട്ട പുസ്തകം ഈ ഭൂമി കാണില്ല. ഓക്കെ, വോൾട്ടയർ പറഞ്ഞു ഈ പൊട്ട പുസ്തകം 100 വർഷം കഴിയുമ്പോൾ ഭൂമി കാണില്ല. എന്താ സംഭവിച്ചത്? അദ്ദേഹത്തിൻ്റെ വീടാണ് ബൈബിൾ സൊസൈറ്റിയുടെ കേന്ദ്രമായിട്ട് മാറിയത്. ചരിത്രം പകരം ചോദിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ അധീശത്വത്തിൻ്റെ, ഉച്ചനീചത്വത്തിൻ്റെ, ധാർഷ്ട്യത്തിൻ്റെ ചിന്തകളോടുകൂടി നമ്മൾ ആരോടൊക്കെ പെരുമാറിയിട്ടുണ്ടോ അതിനൊക്കെ ചരിത്രം പകരം ചോദിക്കും. ചരിത്രം എന്ന് പറഞ്ഞാൽ ദൈവികമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ദൈവികമായൊരു ചരിത്രം പകരം ചോദിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുത. അതുകൊണ്ട് യഹൂദന്മാരാണ് ഞങ്ങൾ വലിയ ആൾക്കാരാണെന്ന് കർത്താവ് പറഞ്ഞു, സത്യം അറിയുക, സത്യം അറിയുക, ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. നിങ്ങളെ സ്വതന്ത്രരാക്കുന്നത് എന്തോ അതാണ് സാക്ഷാൽ സത്യമെന്ന് മറക്കാതിരിക്കുക. ഇതാണ് കർത്താവ് ശക്തമായി പറഞ്ഞത്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഈ കാലഘട്ടത്തിലും ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ച് ഈ തിരുവചനം അതിശക്തമായ ഒരു സന്ദേശമാണ്. നമ്മൾ സത്യം അറിയണം. സത്യം, സാക്ഷാൽ സത്യമായി ക്രിസ്തുവിനെ അറിയണം, അവൻ്റെ പാതയിൽ നടക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫ്രീ ആണ്, നമ്മൾ സ്വതന്ത്രരാണ്. ഓക്കെ, പാപത്തിന് അധീനരല്ല, ആകുലതകൾക്ക് അധീനരല്ല, ടെൻഷൻസിന് അധീനരല്ല. കാര്യം ദൈവാത്മാവിനാൽ ആനയിക്കപ്പെടുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമകളായി നമ്മൾ മാറും. അങ്ങനെ മാറിയാൽ എന്താ സംഭവിക്കുക? അങ്ങനെ മാറിയാൽ നമ്മൾ എന്താണ് സത്ത, എന്താണ് എസൻസ് എന്ന് നമ്മൾ തിരിച്ചറിയും. അതിനൊത്തവണ്ണം ജീവിക്കാൻ നമുക്ക് കഴിയും. സഹനങ്ങൾ വരുമ്പോൾ അത് നമ്മളെ തളർത്തില്ല. സഹനങ്ങളിലൂടെ കടന്ന് കുരിശനുഭവങ്ങളിലൂടെ കടന്ന് ഉത്ഥാനത്തിൻ്റെ മഹിമയിൽ നമ്മൾ ജീവിക്കും. ഈ സാമൂഹിക ജീവിതക്രമങ്ങളിൽ നമ്മൾ സ്വതന്ത്രരായി മാറും. ഇതാണ് യേശുക്രിസ്തു പഠിപ്പിച്ചത്. ആ ഒരു അനുഭവത്തിൽ ജീവിക്കാൻ ഈ ആഗമന കാലഘട്ടം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.